ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ നേരുന്നു. ഇന്ന് രാധാഷ്ടമി ദിവസമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും അതോടൊപ്പം രാധാഷ്ടമി ആശംസകൾ നേരുന്നു. ഇന്ന് രാധാ റാണിയുടെ അപ്പിയറൻസ് ഡേ ആണ്. എല്ലാവരും ഇന്ന് ലോകമെമ്പാടും ഇന്ന് നമ്മുടെ ശ്രീമതി രാധാറാണിയുടെ തിരു അവതാര ദിനം കൊണ്ടാടുന്നു. നമുക്ക് ഇൻവൊക്കേഷൻ പറഞ്ഞിട്ട് തുടങ്ങാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
Hare Ram, Ram Ram, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jaya Jaya Prabhupada, Prabhupada, Jaya Jaya Prabhupada, Jaya Jaya Gurudev, Gurudev, Jaya Jaya Gurudev, Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol. Gaura Premanande, Hari Hari Bol. Sri Vishnu Pada Paramahamsa Parivrichachagarya Ashtottara Sadai Sri Venkateswara Abhayaridharana Bhaktivedanta Swami Srila Prabhupada Ki Jai, Ananda Kodi Vaishnava Vrindi Ki Jai, Sri Sri Radha Madhava Ki Jai, Sri Jagannath Baladev Subramanya Sudarshan Ki Jai, Sri Panchatattva Ki Jai, Nitai Gaura Premanande, Hari Hari Bol. Om Namo Bhagavate Vasudevaya, Om Namo Bhagavate Vasudevaya, Om Namo Bhagavate Vasudevaya. Hare Krishna. Namala Sri Chaitanya Charitamritham Sri Nityananda Balaramante Mahatmyamana Adilila അഞ്ചാം അധ്യായം 73ാമത്തെ ശ്ലോകം മുതലാണ്. പ്രധാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്ലോകം 73. അംശേര അംശായേ ഈ കല താരനാമ ഗോവിന്ദേര പ്രതിമൂർത്തി ശ്രീബലരാമ. വർത്തനം പൂർണ്ണതയുടെ ഒരു അംശത്തെ കല എന്ന് വിളിക്കുന്നു. ശ്രീ ബലരാമനാകട്ടെ ഗോവിന്ദന്റെ പ്രതിരൂപമാണ്. അപ്പൊ നമ്മള് നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത്, അതായത് ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ചൈതന്യ ലീലയിൽ പങ്കെടുത്ത ശ്രീ നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ ബലരാമൻ തന്നെയാണ്. ബലരാമൻ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രത്യക്ഷ ആദ്യത്തെ വിസ്തരണമാണ്. അപ്പോ ആ വിസ്തരണം തന്നെ അത് തന്നെയാണ് ചൈതന്യ ലീലയില നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ച് യുഗധർമ്മം പ്രചരിപ്പിക്കാനായിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ സഹായിക്കാനായിട്ട് എത്തിയത്. അപ്പം പൂർണ്ണതയുടെ ഒരു അംശത്തെ കല എന്നാണ് വിളിക്കുന്നത്. അതായത് ഓരോ അംശത്തിനും, അതായത് നമ്മള് ഭഗവാൻ പൂർണ്ണ അവതാരം, അതിന് അംശങ്ങള്, വിഭിന്ന അംശങ്ങള്, അതുപോലെ പൂർണ്ണാംശങ്ങള്, അങ്ങനെ അവതാരങ്ങള് എന്താ പറയുക ഒട്ടനവധിയാണ്. അപ്പം ആ ഓരോ അംശങ്ങളും അല്ലെങ്കിൽ ഓരോ അവതാരങ്ങളും ഭഗവാൻ കൈക്കൊള്ളുന്നത് ഓരോരോ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിന്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത്, പരിശുദ്ധമായ ഉറവിടം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പം അതാണ് ഏതേ ചാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പം എല്ലാ എന്താ പറയാ അവതാരങ്ങൾ ഉണ്ടെങ്കിലും, ഒരുപാട് പലതരത്തിലുള്ള അവതാരങ്ങൾ ഉണ്ടെങ്കിലും, അതായത് ചിറ്റാറിനെ പോലെയാണെന്നാണ് പറയുന്നത് അല്ലെ. ചിറ്റാറിനെ, അതായത് ഈ ജലസ്രോതസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിറ്റാറ്, അതേപോലെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അസംഖ്യമാണ്, എണ്ണിയാൽ തീരാത്ത അവതാരങ്ങളാണ്. പക്ഷെ അതാണ് അപ്പൊ ഈ ഒരുപാട് അവതാരങ്ങളും പൂർണ്ണാധികാരമുള്ള അംശങ്ങളും പൂർണ്ണാംശങ്ങളുടെ അംശങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ, ഓരോ നാസ്തികര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുകയും ആസ്തികരെ അതുപോലെ അതായത് നാസ്തികര് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അദ്ദേഹം വരുന്ന, അതാണ് പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃത, അത് അസുരന്മാരെയൊക്കെ അദ്ദേഹം ഉന്മൂലനം ചെയ്യുകയും ചെയ്യും ഭൗതിക ലോകത്തിൽ. അപ്പൊ അതാണ് ഉദ്ദേശം. അപ്പം ഈ ബലരാമൻ എന്ന് പറയുന്നത് ഗോവിന്ദന്റെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രതിരൂപം തന്നെയാണ്. അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ നിറത്തിൽ മാത്രം ഭഗവാന്റെ നിറം എന്ന് പറയുന്ന കറുപ്പാണ്,
ബലരാമന്റെ നിറം വെളുപ്പാണ്. ഭഗവാനോടൊപ്പം എപ്പോഴും ബലരാമൻ കാണും ശക്തിയായിട്ട്. അതായത് ശക്തിമാനായിട്ടുള്ള ബലരാമൻ, അതാണ് ബലം. ബലരാമൻ എപ്പോഴും ഭഗവാനോടൊപ്പം അദ്ദേഹത്തിന്റെ സേവനം ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെ ശത്രുക്കള് അല്ലെങ്കിൽ അസുരന്മാരെ ആക്രമിക്കുമ്പോൾ കൂടെ നിന്ന് അവരെ തുരത്തി ഓടിക്കാനും അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാനും എപ്പോഴും ബലരാമൻ കൂടെ ഉണ്ടാകും. അതാണ് സേവനത്തിന്റെ മൂർത്തിഭാവമാണ് ബലരാമൻ എന്ന് പറയുന്നത്. താൻഡ്ര ഏക സ്വരൂപ ശ്രീ മഹാസംഘർഷാണ താൻഡ്ര അംശ പുരുഷായ കാലാദേ ഗണാന. ബലരാമന്റെ സ്വവിസ്തരണത്തെ മഹാസംഘർഷൻ എന്ന് വിളിക്കുന്നു. പിന്നെ അവിടുത്തെയും അംശമായ പുരുഷനെ കല അഥവാ അംശാംശമായി എണ്ണപ്പെടുകയും ചെയ്യും. അപ്പം ബലരാമന്റെ തന്നെ സ്വവിസ്തരണത്തെ മഹാസംഘർഷൻ. അപ്പൊ മഹാസംഘർഷണന്റെ മഹാസംഘർഷണം എന്ന് പറഞ്ഞാൽ സർപ്പന്റാണ്. അപ്പൊ അത് ഭഗവാന്റെ കിടക്കയായിട്ട് ഭഗവാനെ സേവിക്കുകയാണ് മഹാസംഘർഷണൻ അല്ലെങ്കിൽ അനന്തശേഷൻ, അങ്ങനെയൊക്കെ വിളിക്കും. ആ ബലരാമൻ പിന്നീട് അദ്ദേഹത്തിന്റെ മാനുഷ രൂപമാണ് ശ്രീ ബലരാമൻ. പിന്നെ അവിടുത്തെ അംശമായ പുരുഷനെ കല അഥവാ അംശാംശം എന്ന് അറിയപ്പെടുന്നു. അതായത് കാരണോഗതാശായ വിഷ്ണുവാണ് ഈ മഹാസംഘർഷം കഴിഞ്ഞാൽ കാരണാഗതാശായ വിഷ്ണുവാണ് പിന്നീട് മഹാവിഷ്ണുവായിട്ട് വരുന്നത്. മഹാവിഷ്ണു മഹാപുരുഷാവതാരി തെൻഹു സർവജിഷ്ണു. ഈ കലാവതാരം മറ്റെല്ലാ പുരുഷാവതാരങ്ങളുടെയും സ്രോതസ്സും സർവവ്യാപിയുമായ മഹാവിഷ്ണുവാണെന്ന് ഞാൻ പറയും. അപ്പൊ നമുക്കറിയാം ഭഗവാൻ അസംഖ്യം അവതാരങ്ങളുണ്ട്. അതായത് പുരുഷാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, മന്വന്തരാവതാരങ്ങൾ, അതുപോലെ എന്താ പറയാ, അങ്ങനെ ഒരുപാട് അവതാരങ്ങളുണ്ട്. അപ്പൊ ശക്തി ആവേശ അവതാരങ്ങള്. അപ്പൊ ഈ അവതാരങ്ങളില് പുരുഷാവതാരങ്ങളില് ഭഗവാൻ കാരണഗതാശായ വിഷ്ണു, ഗർഭോഗതാശായ വിഷ്ണു, ക്ഷീരോഗതാശായ വിഷ്ണു, അങ്ങനെ 3 അവതാരങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം ഈ ബലരാമൻ അല്ലെങ്കിൽ മഹാസംഘർഷണന്റെ കലാവതാരം എന്ന് പറയുന്നത് മറ്റെല്ലാ പുരുഷാവതാരങ്ങളും ഇതാണ് അതിന്റെ സ്രോതസ്, ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ മഹാവിഷ്ണു അത് സർവവ്യാപിയായ മഹാവിഷ്ണുവാണ്. അപ്പൊ നമ്മൾ മഹാവിഷ്ണു കാരണജലത്തിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്മി നാരായണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു ലക്ഷ്മി എന്നൊക്കെ പറയുന്നത് ഈ മഹാവിഷ്ണു തന്നെയാണ്. ഭഗവാൻ ബലരാമനാണ് അതിന്റെയും സ്രോതസ്. ഗർഭോദ ക്ഷീരോദാശായി ദോൻഹേ പുരുഷ നാമ ചെയ്തുയാൻഡ അംശ വിഷ്ണു വിശ്വനാം ധാമ. ഗർഭോദാശായും ക്ഷീരോദാശായും പുരുഷന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അവർ സർവ ബ്രഹ്മാണ്ടങ്ങളുടെയും ധാമവും പ്രഥമ പുരുഷനുമായ കാരണഗതാശായ വിഷ്ണുവിന്റെ വിസ്തരണങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മള് ലഘു ഭാഗവതാമൃതത്തില് പറയുന്നത്. അതായത് ഈ അവതാരങ്ങളെ കുറിച്ചൊക്കെ വിവരിക്കുമ്പോഴാ വിഷ്ണു പുരാണത്തിൽ നിന്നും ഉദ്ധരണികളുണ്ട്. അതായത് ആരാണോ 6 ദ്വന്ദ്ങ്ങളുടെ കൽമഷങ്ങളിൽ നിന്നും മുക്തനായിട്ടുള്ളത്, ആരുടെ പൂർണ്ണ വിസ്തരണമായ മഹാവിഷ്ണുവാണോ വിശ്വസൃഷ്ടിക്ക് വേണ്ടി ഭൗതിക ദ്രവ്യത്തിന് നേരെ കടാക്ഷിക്കുന്നത്, ആരാണോ ഏകമായാലും വിവിധങ്ങളായ അതീന്ദ്രിയ രൂപങ്ങളിൽ സ്വയം വിസ്തരിക്കുന്നത്, ആരാണോ എല്ലാ ജീവസത്തകളുടെയും യജമാനനായിരിക്കുന്നത്, ആരാണോ എല്ലായ്പ്പോഴും സ്വതന്ത്രനും ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് മുക്തനുമായിരിക്കുന്നത്, ആരാണോ സച്ചിദാനന്ദ രൂപനാണെങ്കിലും ഈ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളിൽ ഒരുവനെ പോലെ തോന്നിപ്പിക്കുന്നത്, ആ പുരുഷോത്തമനായ ശ്രീകൃഷ്ണനെ ഞാൻ പ്രണമിക്കുമാറാകട്ടെ. അപ്പൊ ഭഗവാനാണ് എല്ലാത്തിന്റെയും സ്രോതസ്. അതാണ് ഏതേച്ചാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നും പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഭഗവാൻ എന്ന് പറയുന്ന ദ്വന്ദ്ങ്ങളുടെ കൽമഷങ്ങളിൽ നിന്നും മുക്തനായിട്ടുള്ളയാളാണ്. അദ്ദേഹത്തിന് ദ്വന്ദ്ങ്ങളില്ല. അദ്ദേഹം അർജുനോടും പറയുന്നുണ്ട്, അർജുന നീ ദ്വന്ദ്ങ്ങളെ അതിജീവിക്കണം. ഭഗവാന്റെ ലോകത്ത് ദ്വന്ദ്ങ്ങളില്ല. അവിടെ എപ്പോഴും എന്താ പറയാ സന്തോഷവും അതുപോലെ എപ്പോഴും അത് മാത്രമേ ഉള്ളൂ. എല്ലാം പോസിറ്റീവാണ്. ഇവിടെ എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് നമ്മുടെ ഭൗതിക ലോകത്ത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ്നെസ് മാത്രമേ ഉള്ളൂ. എപ്പോഴും സന്തോഷം, എപ്പോഴും സൗഖ്യം, എപ്പോഴും ആനന്ദം, അതേപോലെ. അപ്പോ എന്താണ്, അതായത് 6 ദ്വന്ദ്ങ്ങളുടെയും കൽമഷങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള ആളാണ് ഭഗവാൻ. മഹാവിഷ്ണു അതായത്
പൂർണ്ണ വിസ്തരണമായ മഹാവിഷ്ണുവാണോ വിശ്വസൃഷ്ടിക്ക് വേണ്ടി ഭൗതിക ദ്രവ്യത്തിന് നേരെ കടാക്ഷിക്കുന്നത്? അതും അതായത് വിഷ്ണു ഈ ഭൗതിക ലോകത്തെ കടാക്ഷിക്കുമ്പോഴാണ് ഭൂമി ജീവജാലങ്ങളെ എന്താ ആ കടാക്ഷ മാത്രയിൽ ജീവജാലങ്ങളെ ഗർഭം ധരിക്കുന്നു എന്നാണ്. ഒരു ഗ്ലാൻസ് കൊണ്ട്, ഒരൊറ്റ കടാക്ഷം കൊണ്ടാണ് ഈ ഭൂമിദേവി പുഷ്പിണിയാവുന്നു എന്ന് പറയും. അതായത് ഗർഭം ധരിക്കുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ. പിന്നെ അതുപോലെ തന്നെ അതാണ് ഭൗതിക ദ്രവ്യത്തിന് നേരെ കടാക്ഷിക്കുന്നത്. തന്നെയല്ല, ഭഗവാൻ ഗർഭോദകദാശായി വിഷ്ണുവായിട്ട് ഭൗതിക ലോകത്ത് ഓരോ ലോകത്തും പ്രവേശിക്കുമ്പോഴാണ്, ഗ്രഹങ്ങളിലും പ്രവേശിക്കുമ്പോഴാണ് അതുവരെ ദ്രവ്യമാണ്, അന്നേരമാണ് അതിന് ജീവൻ വെക്കുന്നത്. പിന്നെ ഏകമായാലും വിവിധങ്ങളായ അതീന്ദ്രിയ രൂപങ്ങളിൽ സ്വയം വിസ്തരിക്കുന്ന ആരാണോ അതും ഭഗവാൻ തന്നെയാണ്. ആരാണോ എല്ലാ ജീവസത്തകളുടെയും യജമാനൻ, ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം, അതാണ് ഭഗവാൻ അല്ലെ. സർവലോക മഹേശ്വരനാണ്, എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവാണ് ഭഗവാൻ, എല്ലാ ജീവസത്തകളുടെയും യജമാനനാണ് ഭഗവാൻ. ആരാണോ എല്ലായ്പ്പോഴും സ്വതന്ത്രനായിട്ടിരിക്കുന്നത്, ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുന്നത്, ആരാണ് സച്ചിദാനന്ദ സ്വരൂപനാണെങ്കിലും ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഭഗവാൻ സച്ചിദാനന്ദനാണ്. ഭഗവാൻ ഭൗതിക ലോകത്ത് ഭഗവാന്റെ എല്ലാ മഹിമകളെയും മാറ്റിവെച്ചിട്ട് അദ്ദേഹം ഒരു മനുഷ്യരൂപനെ പോലെ തോന്നും, നമ്മളിൽ ഒരുവനെ പോലെ. അതുകൊണ്ടാണ് അപജാനന്തി മാ മൂഢ മാനുഷീം തനുമാശ്രിത എന്ന് പറയുന്നത്. അതായത് മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. കാരണം ഭഗവാന് നമ്മളെ പോലുള്ള ശരീരത്തിലാ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണോ ഇത് കൃഷ്ണനല്ലയോ, അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് അപ്പൊ അവർക്ക് അത്രമാത്രം ആ ഒരു ഉത്കൃഷ്ടമായ ഒരു സ്ഥാനം ഭഗവാൻ നൽകുന്നില്ല ചില ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഞാൻ നമിക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അത് വിഷ്ണു പുരാണത്തിലുള്ളതാണ്. അപ്പൊ ഭൗതിക പ്രകൃതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഭഗവാന്റെ സമഗ്ര വിസ്തരണത്തെ പുരുഷൻ എന്ന് വിളിക്കുന്നു. അപ്പം ഭഗവാൻ എപ്പോഴും ഗോലോക വൃന്ദാവനത്തിൽ തന്നെയാണ്. ഭഗവാന്റെ അംശങ്ങള്, പൂർണ്ണാംശങ്ങള്, വിസ്തരണങ്ങള് അതൊക്കെ ഭൂമിയിൽ വന്നിട്ട് ഭൂമിയുമായിട്ട് സഹകരിച്ച് സമഗ്ര വിസ്തരണങ്ങളും അതായത് ഭൗതിക പ്രകൃതിയുമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഭൗതിക ലോകത്തെ നിലനിർത്താനായിട്ട് ഭഗവാന്റെ സ്വീറ്റ് വിൽ അനുസരിച്ചാണ് ഭൗതിക പ്രകൃതി സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ ഭൗതിക പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭൗതികമായിട്ടുള്ള ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ്, അതും ദിവ്യമാണ്. കാരണം ഭഗവാന്റെ തന്നെ ശക്തിയാണ്. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് ദിവ്യം? ഭഗവാന്റെ തന്നെ ആ ശക്തി ആയതുകൊണ്ടാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്ത് നമ്മൾ പുറമേ നോക്കുമ്പോ, ബാഹ്യദൃഷ്ടിയാ നമ്മൾ നോക്കുമ്പോഴെല്ലാം മായയുടെ അകമ്പടിയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അല്ല, അവിടെ ദൈവീകമായിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും വളരെ കുറച്ച് ഭക്തന്മാർ മാത്രമേ എവിടെയും കൃഷ്ണനെ കാണാൻ ദർശിക്കാൻ കഴിയുന്നുള്ളൂ, അവർക്ക് മാത്രം. അല്ലാതെ നോക്കുവാണെങ്കിൽ എല്ലാം ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് എല്ലാവരും വീക്ഷിക്കുന്നത്. ഭൗതിക പ്രകൃതിയെ ആയാലും ഭൗതിക ലോകത്തെ ആയാലും ജീവിതത്തെ ആയാലും. പിന്നെ ഇവൻ ഭക്തരെ പോലും ആ ഭൗതികതയുടെ മാലിന്യങ്ങൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ടാണ് അവർ വീക്ഷിക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം കാരണം, അതായത് അങ്ങനെ ആ ഭൗതിക പ്രകൃതിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാന്റെ സമഗ്ര വിസ്തരണത്തെയാണ് പുരുഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പുരുഷാവതാരങ്ങൾ എടുക്കുന്നത് ഭഗവാൻ ഈ ഭൗതിക ലോകത്തെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. ശ്ലോകം 77. വിഷ്ണോസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാന്യഥോ വിദുഹു ഏകം തൂ മഹത സൃഷ്ട്യാ ദ്വിതീയം ദണ്ഡ സംസ്ഥിതം തൃതീയം സർവഭൂതസ്ഥം താനി ജ്ഞാത്വാ വിമുച്യതേ. വിഷ്ണുവിന് പുരുഷന്മാരെന്ന് വിളിക്കപ്പെടുന്ന 3 രൂപങ്ങളുണ്ട്. ആദ്യത്തേത് സമസ്ത ഭൗതിക ശക്തിയുടെയും മഹത് സൃഷ്ടാവായിട്ടുള്ള മഹാവിഷ്ണു. രണ്ടാമത്തേത് ഓരോ ബ്രഹ്മാണ്ടത്തിലും സ്ഥിതി ചെയ്യുന്ന ഗർഭോഗദാശായി വിഷ്ണു. മൂന്നാമത്തേത് ഓരോ ജീവസത്തയുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിരോദകശായി വിഷ്ണു. ഇവർ മൂവരെയും അറിയുന്ന ഒരുവൻ മായയുടെ പിടിയിൽ നിന്ന് മോചിതനാകും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഇതെല്ലാം അറിയണം. ആരാണ് ഭഗവാൻ? ഭഗവാന്റെ വിസ്തരണങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൗതിക ലോകത്ത് വരുന്നത്? അപ്പൊ അങ്ങനെയൊക്കെ അതാണ് ഭഗവാൻ പറയുന്നത്. ജന്മകർമ്മശമേ ദിവ്യം ഏവം യോവേതി തത്വതഃ ത്വക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി. സോ അർജുന, അല്ലയോ അർജുന, എന്റെ ദിവ്യമായിട്ടുള്ള
ജന്മങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ഒക്കെ ആരാണോ അറിയുന്നത്, അവൻ തന്റെ ശരീരം വെടിയുന്ന സമയത്ത് വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ അശാശ്വതമായിട്ടുള്ള ദുഃഖാലയമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിലേക്ക് പിന്നെ അവൻ തിരിച്ചു വരില്ല. അവൻ തീർച്ചയായിട്ടും നേരെ എന്റെ അരികിലെത്തും, ഗോലോകധാമത്തിലെത്തും, അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്തെത്തും. അപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാർത്ഥതന്ത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ലഘുഭാഗവതാമൃതത്തിൽ നിന്നുള്ളതാണ്. അപ്പം പറയുന്നത് എന്താണ്? വിഷ്ണുവിന് അതാണ് പുരുഷാവതാരങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള പുരുഷാവതാരങ്ങൾ എന്ന 3 രൂപങ്ങള് സമസ്ത ഭൗതിക ശക്തിയുടെയും, അതായത് മഹത് തത്വം, അതാണ് സൃഷ്ടാവായിട്ടുള്ള മഹാവിഷ്ണു. രണ്ടാമത്തെ ആരാണ്? ഓരോ ബ്രഹ്മാണ്ടത്തിലും സ്ഥിതി ചെയ്യുന്ന ഗർഭോഗതാശായ വിഷ്ണു. മൂന്നാമത്തെ ഒപ്പം ഭഗവാൻ ആദ്യം മഹാവിഷ്ണുവായിട്ട് പിന്നെ പുരുഷാവതാരം എടുക്കുന്നു, കാരണജലത്തിൽ വസിക്കുന്നു. പിന്നീട് അദ്ദേഹം അവിടുന്ന് പിന്നെ സൃഷ്ടി നടക്കുന്നു, ഓരോ ഗ്രഹങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീടോ ആ ഓരോ ഗ്രഹങ്ങളിലും ഭഗവാൻ ഉൾപ്പോകുന്നു. പിന്നീട് അവിടുന്ന് അദ്ദേഹം പിന്നെ ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ഓരോ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ അന്തരാത്മാവായിട്ട് ഭഗവാൻ ശിരോദാശായ വിഷ്ണുവായിട്ട് പ്രവേശിക്കുന്നു. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് പൂർണ്ണമായും ഭൗതികതാ മൂല്യങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പൊ ഈ ഭൗതികതാ മൂലകങ്ങളോടൊപ്പം ആ ദിവ്യത്വം കൂടെ വന്നു ചേരുമ്പോഴാണ് അതിന് ജീവൻ വെക്കുന്നത്, അല്ലെ? നമ്മുടെ ശരീരം ഭൗതികമായിട്ടുള്ള ശരീരമാണ്. ഇതിൽ ഭഗവാന്റെ ആ ജീവശക്തി പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് പരമാത്മാവെന്ന രൂപേണ ഭഗവാനും ജീവാത്മാവെന്ന രൂപേണ ഈ ജീവശക്തി പ്രവേശിക്കുമ്പോഴാണ് ഓരോ ജീവാത്മാക്കൾക്കും ഓരോ ശരീരത്തിനും ആ ജീവൻ നിലനിർത്താൻ കഴിയുന്നത്. അതായത് ആ ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ്. അപ്പൊ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കഴിയുമ്പോൾ എല്ലാ വിധ എന്താ പറയാ ചലനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം അവിടെ നിലയ്ക്കുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അത് വെറും ജഡപദാർത്ഥമാണ്. അപ്പൊ അതിൽ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉൾപ്പോകുമ്പോഴാണ് ഓരോന്നിലും, അതാണ് ഭഗവാൻ എല്ലാ ഹൃദയങ്ങളിലും ഒരു സുഹൃത്തിനെ പോലെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ അനുഗ്രഹവും അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യവുമാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് വരുന്നതും ജീവിക്കുന്നതും. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ കർമ്മങ്ങളും. അപ്പൊ അങ്ങനെ അപ്പൊ ഈ 3 പേരെ അറിയണം നമ്മള്. ഈ ഭഗവാൻ ആരാണ്, പിന്നെ അതുപോലെ കാരണോഗതാശായ വിഷ്ണു ആരാണ്, ശിരോദകാശായ വിഷ്ണുവാണ് ആരാണ്, ഗർഭോഗതാശായ വിഷ്ണുവാണ്. ഇത് ഈ 3 പുരുഷ രൂപങ്ങളെ കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. അപ്പോഴൊക്കെ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. നമ്മൾ കൃഷ്ണ കോൺഷ്യസി വരുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ച എന്താണ്? എല്ലാത്തിന്റെയും ആധാരം മഹാവിഷ്ണുവാണ്. പിന്നെ കൃഷ്ണൻ എന്ന് പറയുന്ന വെറും ഒരു അവതാരമാണ്. പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ, ചില ആൾക്കാർ പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ അതൊരു മനുഷ്യരൂപത്തിൽ അവതരിച്ച ഒരു ഭഗവാനാണ്, ദൈവമാണ്. അത് എന്തോ ദൈവമായിരിക്കും. ഈവൻ കൂടുള്ളവർ വരെ എന്താ പറഞ്ഞത്? ദൈവമായിരിക്കും, എന്തൊക്കെ മാനുഷികമായിട്ടുള്ള ശക്തിയുള്ളയാളാണ്. അപ്പൊ സൂപ്പർമാൻ എന്നൊക്കെ പിള്ളേർ പറയുന്ന പോലെ. അപ്പൊ അതേപോലെയാണ് ഓരോരുത്തരും ഭഗവാനെ കുറിച്ചുള്ള ധാരണ വെച്ച് പുലർത്തുന്നത്. ഇപ്പോഴും ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് പിടിക്കത്തില്ല. എന്താ പരമദിവ്യോത്തമ പുരുഷൻ? എല്ലാ ദൈവങ്ങളും ഒരുപോലല്ലേ? കൃഷ്ണനെ മാത്രം എന്താണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് വിളിക്കുന്നത്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് ഭഗവാൻ തന്നെ സ്വയം ഭഗവത്ഗീതയിലൂടെ അർജുനന് പറഞ്ഞു കൊടുത്ത അറിവാണ്. അല്ല, നമുക്കറിയില്ല ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണോ എന്ന്. പിന്നീട് ഭഗവാൻ അർജുനൻ തന്നെ പറയുന്നുണ്ട്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. ഭഗവാനെ അങ്ങ് പവിത്രമാണ്, പരമമാണ്, പരം ധാമമാണ്. ഇതൊക്കെ പറഞ്ഞ് അർജുനൻ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നെ ആസിതൻ, ദേവലൻ, വ്യാസൻ, നാരദൻ ഇവരെല്ലാം പറയുന്നുണ്ട്, സ്വയം ചെയ്വ ബ്രവീഷിമേ. അവരെല്ലാം പറഞ്ഞ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങ് സ്വയം പറയുന്നു അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണെന്ന്. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞു അരുളി ചെയ്തതാണ് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന്. അപ്പൊ ഇതെല്ലാം അപ്പം നമ്മള് ഭഗവാൻ ആരാണെന്നറിയണം, ഭഗവാന്റെ അവതാരങ്ങളെ അറിയണം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രങ്ങള് വളരെ നല്ലതും അവതാരി
കാരണോദകശായി വിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാന്റെ കലയെന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും അവിടുന്ന് മത്സ്യം, കൂർമ്മം തുടങ്ങിയ അവതാരങ്ങളുടെ ഉറവിടമാണ്. അപ്പം ഈ കാരണകഥാശായ വിഷ്ണുവാണ് നമ്മളെ ആദ്യത്തെ വിഷ്ണു, മഹാവിഷ്ണു. അപ്പൊ അവരൊക്കെ ഇപ്പൊ മത്സ്യം, കൂർമ്മം, അങ്ങനെ പല പല അവതാരങ്ങളൊക്കെ ഈ അവതാരത്തിൽ നിന്നാണ്, മഹാവിഷ്ണുവിന്റെ അവതാരത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കാരണം പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കലയെന്നാണ് വിളിക്കുന്നതെങ്കിലും ഈ മത്സ്യം, കൂർമ്മം തുടങ്ങിയ മറ്റ് അവതാരങ്ങളുടെയൊക്കെ സ്രോതസ് എന്ന് പറയുന്നത് അവിടുന്ന് തന്റെ നാനാ രൂപങ്ങളിലൂടെ ലോകത്തെ സംരക്ഷിക്കുന്നു. അപ്പൊ ഭഗവാൻ ഈ ഭൗതിക ലോകത്തെ സംരക്ഷിച്ച് ഇപ്പൊ ഭക്തന്മാരെ രക്ഷിക്കാനും ഈ പറഞ്ഞ പോലുള്ള എന്താ അല്ലെങ്കിൽ അതായത് അല്ല നമ്മളെല്ലാം ഒന്നായിട്ടാണ് അപ്പം അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഹൈതുകമായ കൃപയാലാണ്. ഹരേ കൃഷ്ണ, മാജി മ്യൂട്ട് ആയി പോയി. മാജി കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, റേഞ്ച് ഇഷ്യൂ ആണോന്ന് അറിയുന്നില്ല, ക്ലിയർ ആവുന്നില്ല മാജി ഇടയ്ക്കിടയ്ക്ക്. റേഞ്ച് ഇഷ്യൂ ഉണ്ട്, ഞാനതാ വീഡിയോ ഓഫ് ചെയ്തത്. അപ്പൊ മാജി എനിക്ക് വീഡിയോ ഓഫ് ചെയ്യണം, കാരണം ക്ലിയർ അല്ല, കേൾക്കുന്നില്ല മാജി. ഓക്കെ, ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ആക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഏതേചാം സകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഇടയന്തി യുഗേ യുഗേ. അതെന്ന് പറയുന്നത് ഇത് വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, കൃഷ്ണൻ സ്വയം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഭഗവാൻ ചില സമയത്ത് അദ്ദേഹം അഹൈതുകമായ കൃപയാൽ, ഭഗവാന്റെ തന്നെ അഹൈതുകമായ കൃപയാൽ സ്വന്തം അതീന്ദ്രിയ ധാമത്തിൽ നിന്ന് അവരോഹണം ചെയ്യും. അവരോഹണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവരോഹണം ചെയ്യുന്നവൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അവതാരത്തിന്റെ അർത്ഥം അതാണ്. അവതാരം, ഇപ്പൊ നമ്മൾ അവതരിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവതാരി എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ എല്ലാ അവതാരത്തിന്റെയും ഉറവിടമാണ് അവതാരി കൃഷ്ണൻ. അവതാരം എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്ന ഓരോ അവതാരങ്ങളെയും അവതാരം എന്ന് പറയും. അപ്പോ അത് അവരോഹണം ചെയ്യുന്നവൻ എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പൊ അതൊരു സവിശേഷമായ ദൗത്യത്തിന്റെ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ ഭഗവാന്റെ ഈ പല അവതാരങ്ങളും, സർവ്വ അവതാരങ്ങളും ഭഗവാൻ സ്വയമായാലും വ്യത്യസ്ത ഗ്രഹങ്ങളിലാണ് അവരോഹണം ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് ഭഗവാൻ സ്വയം ആഗതനാകുന്നു, ചിലപ്പോ ഭഗവാന്റെ വ്യത്യസ്ത പൂർണ്ണാംശങ്ങള്, ചില സമയത്ത് പൂർണ്ണാംശങ്ങളുടെ അംശങ്ങള്, അല്ലെങ്കിൽ ഭഗവാൻ അധികാരപ്പെടുത്തപ്പെട്ട ഭഗവാന്റെ പാർത്ഥക്യ ഘടകങ്ങൾ പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട്, അങ്ങനെയൊക്കെ ഈ ഭൗതിക ലോകത്തിൽ സവിശേഷമായിട്ടുള്ള കൃത്യനിർവഹണത്തിന് വേണ്ടി അദ്ദേഹം അവരോഹണം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മള് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് അംശങ്ങളും പൂർണ്ണാംശങ്ങളും അംശാംശങ്ങളും കലാംശങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗവാൻ അതാണ്, ദ്വിതീയനല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ദ്വിതീയനല്ല, ഭഗവാൻ അദ്വിതീയനാണ്. അപ്പൊ നിരവധി ഭാഗങ്ങളായിട്ട്, അംശങ്ങളായിട്ട്, അണുക്കളായിട്ട്, സ്വയം രൂപ, സ്വയം പ്രകാശ, തദേകാത്മ, പ്രാഭവ, വൈഭവ, വിലാസ അവതാര, ആവേശ അവതാര, ജീവാത്മ. അപ്പൊ അങ്ങനെ ഭഗവാൻ, നമ്മളും ജീവാത്മാക്കളും ഭഗവാന്റെ അംശങ്ങളാണ്.
മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. അപ്പൊ ജീവാത്മാക്കൾ എന്നിങ്ങനെ സ്വയം വിസ്തരിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല സർവ്വതിലും യഥായോഗ്യമായ വ്യക്തികളിലും വ്യക്തിത്വങ്ങളിലും ആവശ്യം വേണ്ടുന്ന അസംഖ്യം ശക്തികളും സംഭരിച്ച് നൽകിയിട്ടുണ്ട്. ശക്തി ആവേശിച്ച് നൽകിയിട്ടുണ്ട് ഓരോ അവതാരങ്ങളിലും. ഇതൊക്കെ ഭഗവാൻ അറിയാം എത്രമാത്രം ശക്തി ഒരു അവതാരത്തിന് അല്ലെങ്കിൽ ഒരു ജീവാത്മാവിന്. നമുക്ക് വളരെ അണുവായിട്ടുള്ള ഒരു ശക്തിയേ ഉള്ളൂ, ഒരു അണുവായിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു മനുഷ്യൻ ഭൗതിക ലോകത്ത് വന്ന് ഒരു ജീവാത്മാവ് വന്ന് എന്തെല്ലാം കാര്യങ്ങൾ അവന്റെ മരണം വരെ അവൻ ചെയ്യുന്നു, വളരെ പ്രഭാവത്തോടു കൂടി ചെയ്തു തീർക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ചേ, ഭഗവാന്റെ ശക്തി. നമ്മളാണ് ഏറ്റവും അണുവായിട്ടുള്ളത്. അണുവായിട്ടുള്ള ഭഗവാന്റെ വിസ്തരണങ്ങളിൽ ഏറ്റവും അണുവായിട്ടുള്ളത് ജീവാത്മാക്കളാണ്. ഒരു ജീവാത്മാവ് തന്നെ ഭൗതിക ലോകത്ത് വന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ആലോചിച്ചേ, ഭഗവാന്റെ എത്രമാത്രം അചിന്യമാണ് അതാണ് അചിന്യ ഗുണസ്വരൂപം. എത്രമാത്രം അചിന്യമാണ് ഭഗവാന്റെ ഗുണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്ലോകം 80. ചേയി പുരുഷ സൃഷ്ടി സ്ത്രീതി പ്രളയേര കർത്ത നാനാ അവതാരകരേ ജഗതേര ഭർത്ത. ആ പുരുഷൻ കാരണോദകശായി വിഷ്ണു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ നിർവാഹകനാണ്. വിവിധ അവതാരങ്ങളിൽ സ്വയം പ്രത്യക്ഷനാകുന്ന അവിടുന്ന് ലോകത്തിന്റെ പാലകനാണ്. ഭഗവാൻ അതാണ് സർവലോക മഹേശ്വരം. ഭഗവാൻ എല്ലാ ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിന്റെയും സൃഷ്ടാവും, അതുപോലെ എന്താ പറയാ സംരക്ഷകനും, അതുപോലെ തന്നെ സംഹാരകനുമാണ്. ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ ഭഗവാൻ ഓരോ വിസ്തരണങ്ങളായിട്ട് ഭഗവാൻ ഓരോ കൃത്യ നിർവഹണത്തിന് വേണ്ടി ഓരോ ദൗത്യം ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രം. പക്ഷെ എല്ലാം ഭഗവാനാണ് സർവ്വതിന്റെയും ഉറവിടം എന്ന് പറയുന്ന ഭഗവാൻ. എല്ലാ അവതാരങ്ങളിലും സ്വയം പ്രത്യക്ഷനാകുന്നു. വിവിധ അവതാരങ്ങളിൽ സ്വയം പ്രത്യക്ഷനാകുന്ന ഭഗവാൻ ലോകത്തിന്റെ പാലകനാണ്, ലോകപതിയാണ്. ശ്രീയാംപതി, ലോകപതി, യജ്ഞപതി, ധിയാംപതി, എല്ലാത്തിന്റെയും പതിയാണ് ഭഗവാൻ, അല്ലേ? അതായത് ഈ ധരാംപതി, ഭൂമിയുടെ പതിയാണ്, ലോകാധിപതിയാണ്. പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ പതിയാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്ന എല്ലാത്തിന്റെയും നാഥനാണ്. പതി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നാഥൻ, ഭർത്തൃ. അതാണ് ഭർത്തൃ എന്നിവിടെ പറയുന്നത്. ഭർത്ത എന്ന് വെച്ചാൽ സംരക്ഷകൻ. എല്ലാവരുടെയും പതിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. 81. സൃഷ്ട്യാദി നിമിത്തേ ഏയി അംശേരാവധാന ചെയ്ത അംശരേഖി അവതാര നാമ. മഹാപുരുഷൻ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ആ അംശാവിഷ്കരണം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി പ്രത്യക്ഷനാകുന്നു. അവിടുന്ന് അവതാരം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പം ഭഗവാൻ മഹാപുരുഷനാണ്. മഹാപുരുഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ആ അംശാവിഷ്കരണം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാപുരുഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവിനെയാണ് മഹാപുരുഷൻ. അപ്പോ മഹാപുരുഷൻ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ അംശാവിഷ്കരണം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അവിടുന്ന് അവതാരം എന്ന് പറയുന്നു. ആദ്യാവതാര മഹാപുരുഷ ഭഗവാൻ സർവ അവതാര ബീജ സർവാശ്രയധാമ. ആ മഹാപുരുഷൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് അനന്യവനാണ്. അവിടുന്ന് മൂലാവതാരവും മറ്റുള്ളവരുടെ എല്ലാ ബീജവും എല്ലാറ്റിന്റെയും ആശ്രയവുമാണ്. അപ്പൊ മഹാപുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഇത് മഹാപുരുഷൻ എന്ന് പറയുന്നത് മഹാവിഷ്ണു, അത് പരമപുരുഷനായ ഭഗവാനിൽ നിന്ന് അനന്യനാണ്. അനന്യൻ എന്ന് വെച്ചാൽ എന്താണ്? വ്യത്യസ്തമില്ല, അവര് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഭഗവാനും മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനും നമ്മൾ ഒരിക്കലും അവരെ വേർതിരിച്ച് കാണിക്കരുത്. ചൈതന്യ മഹാപ്രഭു അത് എല്ലാം വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് വേർതിരിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള്. മഹാവിഷ്ണുവിന്റെ ഡ്യൂട്ടി എന്താണ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, പക്ഷെ എല്ലാറ്റിലും ഉപരിയായിട്ടുള്ള ഭഗവാൻ ആരാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നെങ്കിലും പറയുന്നില്ല നമ്മൾ ഒരിക്കലും വ്യത്യാസം കാണാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, ഭഗവാൻ ഇതിന്റെ എല്ലാത്തിന്റെയും എന്താ പറയാ ആത്യന്തികമായ സ്രോതസ് എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. മൂലാവതാരവും മറ്റുള്ളവരുടെ എല്ലാം ബീജവും എന്ന് പറയും, എല്ലാറ്റിന്റെയും ആശ്രയം എന്ന് പറയുന്നത്. അപ്പൊ മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഈ 3 പുരുഷാവതാരങ്ങളുടെ മറ്റുള്ള എല്ലാ തരം അവതാരങ്ങളുടെ എല്ലാം സ്രോതസ്സും ആശ്രയവും ബീജവും എന്ന് പറയുന്നത്. ഇതിനെല്ലാം ബീജം നൽകുന്നതാണ്. ബീജം
അതായത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയ്ക്കകത്ത്, ബീജം ഹി സർവഭൂതാന, എല്ലാ ഭൂതങ്ങളുടെയും ബീജം ഞാനാണ്, എല്ലാറ്റിനും ബീജം നൽകുന്നത് ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് അതായത് ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ബീജം, അതുപോലെ തന്നെ എല്ലാറ്റിൻ്റെയും ആശ്രയവും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതാണ്. അപ്പം ഇന്ന് അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള വർണ്ണനയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ബലരാമൻ അല്ലെങ്കിൽ നിത്യാനന്ദ ബലരാമനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് ഭഗവാന്റെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിനോടൊപ്പം അവതരിച്ചതാണ് ബലരാമ ഭഗവാൻ, അല്ലെങ്കിൽ ഈ നിത്യാനന്ദ ബലരാമ ഭഗവാൻ. അപ്പം ഇതിന്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോഴാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശാശ്വതനായിട്ടുള്ള മൂർത്തിയാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്. മറ്റെല്ലാ അവതാരങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ ആദിസ്വരൂപനായിട്ടുള്ള ആദിമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ഉണ്ടായിരുന്നു. പിന്നീടാണ് എല്ലാ വിസ്തരണങ്ങളും അവതാരങ്ങളും ഒക്കെ പിന്നീടാണ് ഉണ്ടായത്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ ഉള്ള സമയത്ത് തന്നെ ഭഗവാനിൽ നിന്ന് വേർപെട്ട് വന്ന ശക്തിയാണ് ശ്രീമതി രാധാറാണി. അപ്പൊ ഇന്ന് ശ്രീമതി രാധാറാണിയുടെ അവതാര ദിനം കൂടിയാണ്. അപ്പോ നമ്മളെല്ലാവരും ഇന്ന് ലോകമെമ്പാടും രാധാഷ്ടമി ആഘോഷിച്ചു. അല്ലെങ്കിൽ ഇനി വൈകുന്നേരമൊക്കെ പ്രോഗ്രാം കാണുമായിരിക്കും ഓരോരുത്തടുത്ത്. നമ്മൾ ഇവിടെയും എല്ലാം ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ശ്രീമതി രാധാറാണി ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. രാധാ തത്വം, പക്ഷെ ലോകത്ത്, ഭൗതിക ലോകത്ത് എല്ലാവർക്കും ഒന്നും രാധാറാണിയുടെ തത്വം അറിയില്ല. അപ്പൊ വളരെ എന്താ പറയാ, നിഗൂഢമാണ് രാധാറാണിയുടെ തത്വം എന്ന് പറയുന്നത്. അത് വേദങ്ങളിൽ പോലും ഒളിഞ്ഞിരിക്കുകയാണ്. വേദങ്ങളിലെല്ലാം ഉണ്ട് രാധാറാണിയുടെ തത്വത്തെ കുറിച്ച് ഉണ്ടെങ്കിലും അതൊന്നും സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല. കാരണം അവിടെ ഒളിഞ്ഞിരിക്കുക. വേദ എന്ന് പറഞ്ഞാൽ തന്നെ ഒളിഞ്ഞിരിക്കുക എന്നാണ് അർത്ഥം. അപ്പം അതുകൊണ്ട് പല പല തെറ്റിദ്ധാരണകളും അവർക്ക് യഥാർത്ഥത്തിൽ രാധാറാണിയെ കുറിച്ച് ഒരു ധാരണയില്ല, ആർക്കും ഒരു ധാരണയില്ല രാധാറാണി ആരാണെന്നും. അപ്പം നമ്മളെ മനസ്സിലാക്കിയത്, നമ്മൾ കൃഷ്ണ കോൺഷ്യസ് വരുമ്പോഴാണ് രാധാറാണി ആരാണെന്നും രാധാ തത്വം എന്താണെന്ന് കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ചെങ്കിലും ഒക്കെ രാധാറാണിയെ കുറിച്ച് മനസ്സിലാക്കാനും കേൾക്കാനും, അതായത് ആചാര്യന്മാരിൽ നിന്ന് പ്രഭുപാദ പറയുന്ന എന്താണ്, രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്, രാധയും കൃഷ്ണനും എന്ന് പറയുന്നത് ദിവ്യ ജോഡികളാണ്. അത് ഭൗതികതാവാദികൾക്ക് അതൊരു ഒരു എന്താ പറയാ, ഒരിക്കലും പിടികിട്ടാത്ത ഒരു വിഷയമാണ്. അവർക്ക് പിടികിട്ടില്ല എന്താണ് രാധ, എന്താണ് കൃഷ്ണൻ. ഇത്രയും കാലം വളരെ ഇപ്പൊ പിന്നെ കൃഷ്ണ കോൺഷ്യസ് ലോകമെമ്പാടും പ്രചരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് രാധാറാണി സങ്കല്പം ഓരോരുത്തരിലും കുറച്ചൊക്കെ പിന്നെ മീഡിയയിലൂടെയൊക്കെ, ഇപ്പം യൂട്യൂബിലും ഒക്കെ പലരും ഡിവോട്ടികളല്ലാത്തവരും ഒക്കെ അതിനെ രാധാറാണിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം രാധയും കൃഷ്ണനും എന്ന് പറയുന്നത് ആരാണെന്ന് ശരിയായിട്ടും നമുക്ക് ആ ഒരു അറിവുണ്ടായത് സ്വരൂപ ദാമോദരൻ എന്ന് പറഞ്ഞാല് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അദ്ദേഹത്തിന്റെ ശാശ്വതനായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു സ്വരൂപ ദാമോദരൻ. അദ്ദേഹം വിശാഖ സഖിയുടെ ലളിത സഖിയുടെ തന്നെ അവതാരം കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹം തന്റെ ഡയറിക്കകത്ത് സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രാധാറാണിയുടെ സങ്കല്പത്തെ കുറിച്ച്, അല്ലെങ്കിൽ രാധാ തത്വത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെയാണ് ഈ ചൈതന്യ ചരിതാമൃതത്തിലൂടെയാണ് കൂടുതലായിട്ടും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാമാനന്ദരായും ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവും കൂടെയുള്ള സംഭാഷണത്തിനിടയിലും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി, അദ്ദേഹം ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതുമ്പോൾ അദ്ദേഹം ഈ ഡയറി കുറിപ്പുകളൊക്കെ നോക്കിയെടുത്ത് അതിൽ നിന്ന് ഇതൊക്കെ പിന്നെ എടുത്ത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ രാധാറാണിയെ മനസ്സിലാക്കണമെങ്കിൽ, അപ്പൊ നമ്മള് ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൃഷ്ണനെ കുറിച്ച് നല്ല പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി കൃഷ്ണനെ പഠിക്കും. പക്ഷെ രാധാറാണിയെ മനസ്സിലാക്കണമെങ്കിൽ ഒരാളിന് തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള ആത്മീയ വീക്ഷണം,
അഗാധമായിട്ടുള്ള ആത്മീയ ബോധം ഉണ്ടാകണം. കാരണം ഇവർ രണ്ട് വ്യക്തിത്വങ്ങളും എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കാൻ അതൊരു നിഗൂഢമായ കാര്യമാണ്. അവരെന്ന് വെച്ചാൽ അതാണ്, വേദങ്ങളിൽ ഒളിഞ്ഞിരിക്കുകയാണ്, മറ്റുള്ളവർക്കൊന്നും അത് അത്ര അങ്ങോട്ട് ഭൗതിക ലോകത്തിന് തന്നെ ഈവൻ ഭാഗവതത്തിൽ പോലും ശ്രീമതി രാധാറാണിയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാറാണിയുടെ തത്വം അത്ര നിഗൂഢമാണ്. അതൊന്നും, കാരണം സാധാരണ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്രചരിക്കും. പക്ഷെ ഏറ്റവും നിഗൂഢമായ കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും വെളിവാകത്തില്ല. കാരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ മറ്റുള്ളവർ ശ്രമിക്കത്തുമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ്. ഇപ്പൊ രാധാറാണി എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയല്ല, സാധാരണ സ്ത്രീയല്ല, ഭൗതിക ലോകത്ത് സാധാരണ കാണുന്ന പോലെ. ഈവൻ ലക്ഷ്മി ദേവിയുടെ ഉറവിടവും ശ്രീമതി രാധാറാണിയാണ്. ശ്രീമതി ലക്ഷ്മി ദേവിയുടെ ആയാലും അതുപോലെ തന്നെ ദുർഗാദേവിയുടെ, മറ്റുള്ള എല്ലാ ദേവിമാരുടെയും ഒക്കെ ഉറവിടം നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞതെല്ലാം അതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാത്തിന്റെയും ഉറവിടം. അതുപോലെ മറ്റുള്ള എല്ലാ വിസ്തരണങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയാണ്. ഭഗവാന്റെ ഹ്ലാദിനി ശക്തി, അതായത് ഭഗവാന് സന്തോഷദായിനിയായിട്ടുള്ള ശക്തി, സന്തോഷദായകമായ ശക്തി നൽകുന്നത് ശ്രീമതി രാധാറാണിയാണ്. രാധാറാണിയിൽ നിന്നാണ് ഭഗവാൻ എല്ലാം ആസ്വദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭൗതികമായിട്ടായാലും ആത്മീയമായിട്ടുള്ള സേവനത്തില്, അതായത് അവര് ഭഗവാന്റെ ശാശ്വതമായ സേവകയായിട്ട് തന്നെയാണ് ശ്രീമതി രാധാറാണിയെ നമ്മൾ കണക്കാക്കേണ്ടത്. ഇപ്പൊ ചൈതന്യ ചരിതാമൃതത്തിലും രാധാറാണിയെ കുറിച്ച് സ്വരൂപ ദാമോദരയുടെ ഡയറിയിൽ നിന്ന് ഗ്രന്ഥകർത്താവ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് രാധാകൃഷ്ണ പ്രണയ വികൃതിർ ഹ്ലാദിനി ശക്തിരാസ്മാത് ഏകാത്മാനൗ അപി ഭുവി പുരാ ദേഹഭേദം ഗതൗതൗ ചൈതന്യാഖ്യം പ്രകടം അധൂനതത് ദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്യുതി സുവലിതം നൗമി കൃഷ്ണ സ്വരൂപം. അതുപോലെ രാധാകൃഷ്ണ ഏക ആത്മാ ദുയി ദേഹധാരി അന്യോന്യേ വിലാസേ രാസ ആസ്വാദനകാരി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാറാണിയും ഭഗവാൻ ശ്രീകൃഷ്ണനും അവരുടെ പരസ്പരമുള്ള പ്രേമത്തിന്റെ കാര്യങ്ങള് വളരെ അതീന്ദ്രിയമാണ്. അതെന്ന് പറയുന്നത് ഇത് ഭഗവാൻ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? ഭഗവാന് ആസ്വാദനം രാധാറാണിയിൽ കൂടിയാണ്. ഇപ്പൊ രാധാറാണിയും കൃഷ്ണനും അവരുടെ ഐഡന്റിറ്റിയില് ഒന്നാണെങ്കിലും അവര് ശാശ്വതരായിട്ട് രണ്ട് വ്യക്തികളായിട്ട് മാറിയിരിക്കുകയാണ്. ഭഗവാൻ ഒന്നാണ്. ആ ഭഗവാൻ ഒരിക്കൽ രാസമണ്ഡലത്തിൽ ഇരിക്കുമ്പോഴാ ഭഗവാൻ ഒന്ന് ആസ്വദിക്കണം എന്ന് തോന്നി. ഭഗവാൻ ആദിപുരുഷനാണ്, നവയൗവനം, എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. അതുപോലെ തന്നെ ഭഗവാൻ ആ യുവത്വത്തിൽ ഇരിക്കുമ്പോഴാ ഭഗവാന് തോന്നി ഒന്ന് ആസ്വദിക്കണം. ഉടൻ തന്നെ ആ ആസ്വാദനത്തിന്റെ ആ ഒരു ലാഞ്ചന ഭഗവാന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ തന്നെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ശക്തി സ്വരൂപിണിയായ, ഭഗവാന്റെ സ്വയം ശക്തിയായ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ശ്രീ രാധികാദേവി ദേവി അവതരിച്ചു. ആ ദേവി ഉടൻ തന്നെ, അതാണ് ആരാധിത, ഉടൻ തന്നെ പോയി പുഷ്പങ്ങൾ കൊണ്ടുവന്ന് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ അതാണ് ആരാധിതോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവര് ശാശ്വതരായിട്ട് അങ്ങനെ പിന്നീട് രാധയും കൃഷ്ണനുമായിട്ട് അവര് സ്നേഹിച്ചും പ്രേമിച്ചും അവരുടെ ലീലകളൊക്കെ ആടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ ഈ പിന്നീടാണ് കലിയുഗത്തിന്റെ ആരംഭത്തിൽ ഇപ്പം ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു രണ്ടുപേരും കൂടെ ഒന്നായി വീണ്ടും. രാധയും കൃഷ്ണനും കൂടെ വീണ്ടും ഒന്നായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. അപ്പം അതായത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനു എന്താണ് രാധാറാണിയുടെ ഭാവവും അതുപോലെ അതാണ് തപ്ത കാഞ്ചന ഗൗരംഗി, അതായത് എന്താണ് ചുട്ടുപഴുത്ത തങ്കത്തിന്റെ നിറമാണ് ആർക്ക്? രാധാറാണിക്ക്. അതേ നിറമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ രാധാറാണി അത്രമാത്രം വളരെ എന്താ പറയാ, സ്വയം കൃഷ്ണനാണെങ്കിൽ തന്നെയും രാധാറാണിയുടെ നിറവും ഭാവത്തിൽ കൂടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നത്. അപ്പൊ രാധയും കൃഷ്ണനും എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. അവർ രണ്ട് ശരീരമായിട്ട് കഴിയുന്നെങ്കിലും അവര് സ്വയം പരസ്പരം എൻജോയ് അവര് ആസ്വദിക്കുകയും അവരുടെ പ്രേമത്തിന്റെ രസങ്ങള് ആസ്വദിക്കുകയും ചെയ്യുന്നു. അപ്പൊ രാധാറാണി എന്ന് പറയുന്നത് പ്രേമത്തിന്റെ
ആവിഷ്കാരമാണ്. രാധാറാണി എന്ന് വെച്ചാൽ ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയാണ്, പ്ലഷർ ഗിവിങ് പൊട്ടൻസി. അതായത് എന്താ, ആഹ്ലാദിനി ശക്തിയാണ്. അപ്പം ഭഗവാൻ ശക്തിമാനും രാധാറാണി ശക്തിയുമാണ്. രാധാറാണിയാണ് ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേർക്കും പരസ്പര പൂരകങ്ങളാണ്. രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ആത്മാവാണ്. അതാണ് ശക്തി ശക്തിമാനും. അപ്പൊ അവര് ഒരാത്മാവാണെങ്കിലും അതായത് അനാദികാലം മുതലേ അവര് ഒരു ആത്മാവായിരുന്നു. പക്ഷെ അവര് രണ്ട് വ്യത്യസ്ത ശരീരങ്ങളായിട്ട്, രൂപങ്ങളായിട്ട് ഗോലോക വൃന്ദാവനത്തിലെ അവരുടെ മധുരതരമായിട്ടുള്ള ലീലകൾ ആസ്വദിച്ചുകൊണ്ട് കഴിയുകയാണ്. അപ്പൊ അതാണ്. അപ്പൊ എപ്പോഴും ഭഗവാനുള്ള ആസ്വാദനം എന്ന് കൊടുക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് രാധാറാണിയാണ്. അപ്പൊ ഭഗവാൻ എന്ന വ്യക്തിയാണ് എല്ലാത്തിനും മൂലാധാരം. പക്ഷെ എന്നാൽ പോലും ഭഗവാൻ പോലും ആസ്വദിക്കുന്നത് ശ്രീമതി രാധാറാണിയിൽ കൂടിയാണ്. അതിന്റെ ശക്തി കിട്ടുന്നത് രാധാറാണിയിൽ കൂടിയാണ്. ഭഗവാൻ ഒരുപാട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭഗവാന് ശക്തികളുണ്ട്, അസംഖ്യം ശക്തികളുണ്ട്. സ്വയം ഭഗവാനായിട്ടുള്ള ഭഗവാൻ. അപ്പൊ അതിന് നമ്മൾ പറയല്ല, അതായത് അന്തരംഗ ശക്തി എന്ന് പറയും, ബഹിരംഗ ശക്തി, പിന്നെ അതുപോലെ തടസ്ഥ ശക്തി. അപ്പൊ ഈ ശക്തികളിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഈ അന്തരംഗ ശക്തിയിൽ കൂടിയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ആത്മീയ ലോകത്ത് ആസ്വാദനം നടത്തുന്നത്, ശ്രീമതി രാധാറാണിയായിട്ട്. പിന്നെ അതുപോലെ തന്നെ സച്ചിദാനന്ദ വിഗ്രഹമാണ് ഭഗവാൻ. സച്ചിദാനന്ദം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇതൊക്കെ ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പഠിച്ചതുമാണ്. ഹ്ലാദിനി ശക്തി, അതായത് സംവിത്, ശാന്തിനി, അതുപോലെ തന്നെ ഹ്ലാദിനി. അപ്പൊ അങ്ങനെ 3 ശക്തികൾ. അത് സച്ചിത് ആനന്ദം തന്നെയാണ്. അപ്പം രാധാറാണിയെ കുറിച്ച് ഒരുപാടൊക്കെ പറയാനുണ്ട്. രാധാറാണിയുടെ അവതാരം തന്നെ, അതായത് ഭൗതിക ലോകത്ത് രാധാറാണി വരുന്നതും വരാൻ കാരണവും ഒക്കെ നമുക്കറിയാം. അതായത് ഭൗതിക ലോകത്ത് ഭഗവാൻ ഒരു മിഷന് വേണ്ടി ഭഗവാൻ വന്നപ്പോ രാധാറാണിയും കൂടി വരണം. അപ്പം എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി ഭഗവാൻ ആദ്യം അവതരിച്ചു. പിന്നെ അതിനുശേഷം കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് രാധാറാണി വൃഷഭാനുവിന് കുട്ടികളില്ലായിരുന്നു, കീർത്തിദാ സുന്ദരിക്കും വൃഷഭാനുവിനും. അപ്പൊ അവര് ബർസാനയിലെ എന്താണ് രാജാവാണ്. അപ്പൊ അവർക്ക് കുട്ടികളില്ലാതിരുന്ന് അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയൊക്കെ ചെയ്ത് ഒരു ദിവസം അദ്ദേഹം യമുനാ നദിയിലെ കുളിക്കാൻ ചെന്നപ്പോ അവിടെ സൂര്യപ്രകാശം പോലെ, അതായത് 1000 സൂര്യന്റെ പ്രഭയോടുകൂടിയ ഒരു പെൺകുഞ്ഞ് ഇങ്ങനെ ഒരു താമര പൂവില് ഇങ്ങനെ ശയിക്കുന്നു, ഒരു കുഞ്ഞ്. അദ്ദേഹം ഇങ്ങനെ മുങ്ങി പൊങ്ങി വന്നപ്പോഴാ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൈ തട്ടി നോക്കിയപ്പോ കൊണ്ട് ഒരു താമരയില വളരെ വലിയ ഒരു താമരയില ശ്രീമതി രാധാറാണി, ഒരു കൊച്ചു പെൺകുട്ടി ശയിക്കുന്നു. അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ വാരിയെടുത്തു, കീർത്തിയുടെ കൊണ്ട് കൊടുത്തു. എല്ലാവരും അറിഞ്ഞു അവർക്ക് കുട്ടിയുണ്ടായെന്ന്. പക്ഷെ നോക്കിയപ്പോഴാണ് അതിസുന്ദരി. എല്ലാവരും വന്നിച്ച് പറയാം, എത്ര സുന്ദരി. അവർക്ക് ആ സൗന്ദര്യം കണ്ടിട്ട് ഈവൻ പൗർണമാസി ദേവി വന്നിട്ടും പറഞ്ഞു, അയ്യോ എത്ര സൗന്ദര്യമായി കുട്ടിക്ക്, ഇത് സാധാരണ കുട്ടിയല്ല, ഇത് രാധാറാണി തന്നെയാണ്, ഇത് എല്ലാ ലക്ഷ്മികളുടെയും ഉറവിടമാണ്, എത്ര സൗന്ദര്യം എന്ന് നോക്കിയ. പക്ഷെ നോക്കിയപ്പോ എന്താ, കുട്ടിക്ക് കണ്ണ് കാണുന്നില്ല, അന്ധയാണെന്ന് തോന്നി. അവര് അതിൽ ഭയങ്കര ദുഃഖം ഉണ്ടായി. അങ്ങനെ ഓരോരുത്തരും ഇവർക്ക് കുട്ടി ഉണ്ടായെന്നറിഞ്ഞ് കാണാൻ വന്ന കൂട്ടത്തില് യശോദാമ്മയും നന്ദഗോപരും ഭഗവാൻ ശ്രീകൃഷ്ണൻ കുട്ടിയാണ് ഉണ്ണിക്കണ്ണനുമായിട്ട് കാണാൻ വന്നപ്പോ 2 തരത്തിൽ പറയുന്നുണ്ട്. ഇവര് തമ്മിൽ സംസാരിച്ച് ആലിംഗനം ഒക്കെ ചെയ്ത് എല്ലാവരോടും ഇരുന്ന് വലിയ ഡീപ്പായിട്ട് സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണൻ എഴഞ്ഞു പോയി രാധാറാണിയുടെ ഉറങ്ങുന്ന റൂമിൽ പോയി ബെഡേ കയറി രാധാറാണിയുടെ കണ്ണിൽ തൊട്ടു എന്നും പറയുന്നുണ്ട്. പിന്നെ ശ്വാസവും ഇല്ലായിരുന്നെന്നും പറയുന്നുണ്ട്. പല വിധത്തിലാണ് ചിത്രീകരണം. അങ്ങനെ തൊട്ടപ്പോഴാ പെട്ടെന്ന് രാധാറാണി കണ്ണു തുറന്നു. അങ്ങനെയാണ് ഈ ലോകത്ത് അവര് കണ്ണു തുറന്ന് ആദ്യം കാണുന്ന കൃഷ്ണനെ ആയിരിക്കണം എന്ന് നേരത്തെ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെയും പറയുന്നത്, രാധാറാണി ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധാറാണിയുടെ സൗന്ദര്യം കണ്ട് യശോദയമ്മ എടുത്ത് വെച്ചപ്പോഴാ കൃഷ്ണൻ താഴെ നിൽക്കുമ്പോ കൃഷ്ണനും കരഞ്ഞു, എന്നെ എടുക്കണമെന്ന്. സാധാരണ കുട്ടികൾ അങ്ങനെ കരയാറുണ്ട്.
അങ്ങനെ രണ്ടുപേരെയും കൂടെ എടുത്തപ്പോ കൃഷ്ണൻ ഈ കുഞ്ഞിനെ എന്റെ കണ്ണിൽ തൊട്ടു. അങ്ങനെ ദേവിക്ക് മനസ്സിലായി ഇത് ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന്. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ തമ്മിൽ കാണുന്നതും. അങ്ങനെയാണ് രാധാറാണി പിന്നെ ഭഗവാന്റെ ലീലകൾ തുടങ്ങുന്നത്. അപ്പൊ രാധാറാണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങള്, ഒത്തിരി ലീലകള് രാധാറാണിയും ഭഗവാനും തമ്മിലുണ്ട്. അപ്പൊ രാധാറാണി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദുർവാസ മുനിയുടെ ഒരു അനുഗ്രഹം കിട്ടി ഒരിക്കലും രാധാറാണിക്ക്. അതായത് രാധാറാണി ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു പായസം വെച്ച് കൊടുക്കണം. ഈ ദുർവാസാവ് മഹർഷി എന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര ക്ഷിപ്ര ഗോപിയാണ്. കാണുമ്പോഴേ എല്ലാവരും ഓടി ഒളിക്കും. ഈ ഗോപികമാരെല്ലാം ഓടി ഒളിച്ച് ദുർവാസാവിനെ കണ്ട നിമിഷം. അപ്പോ അദ്ദേഹം പക്ഷെ രാധാറാണി അവിടെ തന്നെ നിന്നു. അപ്പൊ ഇദ്ദേഹത്തിന് സന്തോഷമായി. രാധാറാണിയുടെ സൗന്ദര്യമൊക്കെ കണ്ടപ്പം നല്ല സ്നേഹം തോന്നി. അപ്പൊ പറഞ്ഞു, എനിക്ക് നിന്റെ കൈകൾ കൊണ്ട് ഇത്തിരി പായസം ഉണ്ടാക്കി തരണമെന്ന്. പെട്ടെന്ന് തന്നെ രാധാറാണി എല്ലാ സാധനങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നല്ല സ്വീറ്റ് റൈസ് ഉണ്ടാക്കി ദുർവാസാവിന് കൊടുത്തു. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഭയങ്കര സൗരഭ്യമായിരുന്നു അതിന്. അപ്പൊ അങ്ങനെ അത് അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം ഭയങ്കര ആനന്ദ നിർവൃതി ഉണ്ടായി. അപ്പോ അദ്ദേഹം അവർക്കൊരു ഒരു വരം കൊടുത്തു രാധാറാണിക്ക്. എന്താ? അതായത് നീ ഉണ്ടാക്കുന്ന പ്രസാദം ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരിക്കലും രോഗം വരില്ല എന്നൊരു ബോൺ കൊടുത്തു, ഒരു അനുഗ്രഹം കൊടുത്തു. അപ്പൊ അത് കേട്ട യശോദാമയി രാധാറാണിയോട് പറഞ്ഞു, നീ എന്നും എന്റെ വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് കൃഷ്ണന് കൊടുക്കണം. കൃഷ്ണന് പിന്നെ എനിക്ക്, കാരണം യശോദാമയി അറിയാലോ, അവര് എപ്പോഴും കൃഷ്ണന്റെ ആ സൗന്ദര്യത്തിലും കൃഷ്ണന്റെ ആ പിന്നെ ആരോഗ്യത്തിലും ഒക്കെ വളരെ ശ്രദ്ധാലുവാണ്. അപ്പൊ നീ എപ്പോഴും വരണം, വന്ന് കൃഷ്ണന് കുക്ക് ചെയ്ത് കൊടുക്കണം, എല്ലാ ദിവസവും വരണമെന്ന് അങ്ങനെ രാധാറാണിയോട് യശോദാമയി പറയും. അങ്ങനെ എല്ലാ ദിവസവും രാധാറാണി അവിടെ ചെന്ന് കുക്ക് ചെയ്ത് കൊടുക്കും. അവർക്ക് മീറ്റ് ചെയ്യാൻ ഒരു അവസരം കൂടിയാണ്. രാധയ്ക്കും കൃഷ്ണനും കൂടെ എല്ലാ ദിവസവും കാണാനും കൂടെ ഒരു അവസരവും കൂടിയായിരുന്നു അത്. രാധാറാണി ആ ഒരു അനുഗ്രഹത്തെ ആ ഒരു രീതിയിൽ കാണുകയും ചെയ്തു. അപ്പം കൃഷ്ണന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരുപാട് ലീലകള് ഇവര് തമ്മിൽ ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, രാധാറാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 പ്രഥമ ഗുണങ്ങളുള്ള സ്ത്രീയാണ്. കാരണം അത് അത്രയും ഗുണങ്ങളൊന്നും വേറെ ആർക്കും, ഭൗതിക ലോകത്താകട്ടെ ആത്മീയ ലോകത്താകട്ടെ ആർക്കുമില്ല. അതിലെന്ന് വെച്ചാൽ അപ്പൊ അതായത് അനന്ത ഗുണ ശ്രീരാധിക പഞ്ചീഷ പ്രധാന യൈ ഗുണേര വസഹയ കൃഷ്ണ ഭഗവാൻ. അതായത് ശ്രീമതി രാധാറാണിക്ക് അസംഖ്യം അതീന്ദ്രിയ ഗുണങ്ങൾ ഉള്ളതാണ്. അതായത് അതിനകത്ത് 25 ഗുണങ്ങളാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ളത്. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള അതീന്ദ്രിയ ഗുണങ്ങളാലാണ്. രാധാറാണിയുടെ ഇത്തരത്തിലുള്ള അതീന്ദ്രിയ ഗുണങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും. അപ്പൊ നമുക്കത് 26 ഒന്ന് വായിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. മധുര, അതായത് ഭഗവാൻ രാധാറാണി എന്ന് പറയുന്നത് എപ്പോഴും വളരെ മാധുര്യമുള്ളവളാണ്. നവവയ എന്ന് വെച്ചാൽ എപ്പോഴും അതായത് യൂത്ത്ഫുൾ ആയിട്ടുള്ള ശാരീരിക സൗന്ദര്യമുള്ള ആളാണ്. ചല അപാംഗ എന്ന് വെച്ചാൽ എപ്പോഴും അവരുടെ കണ്ണുകള്, രാധാറാണിയുടെ കണ്ണുകളൊക്കെ ഭയങ്കര മനോഹരങ്ങളാണ്. അതായത് എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും. എപ്പോഴും കൃഷ്ണനെ നോക്കി അതിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ്, റെസ്റ്റ്ലെസ് ആണ്. പിന്നെ അതുപോലെ ഉജ്ജ്വല സ്മിത, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള പിന്നെ പുഞ്ചിരിയാണ് രാധാറാണിയുടെ. പിന്നെ ചാരു സൗഭാഗ്യ രേഖ ആദ്യ, അതായത് ദേവി മനോഹരമായിട്ടുള്ള അതുപോലെ മംഗളകരമായിട്ടുള്ള രേഖകള് ശരീരത്ത് വഹിക്കുന്നവളാണ്. പിന്നെ അതുപോലെ ഗന്ധ ഉന്മാദിത മാധവ, അതായത് അവരുടെ ശാരീരിക സൗരഭ്യം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ വളരെ സന്തോഷവാനാക്കുന്നുണ്ട്. സംഗീത പ്രാശര അഭിജ്ഞ, അതായത് വളരെ എക്സ്പെർട്ടാണ് പിന്നെ പാടുന്നതിനകത്ത്, അതായത് ഗാനങ്ങൾ പാടുന്നതിനകത്ത് വളരെ എക്സ്പെർട്ടാണ്. പിന്നെ രമ്യവാക്ക്, വളരെ നല്ല രീതിയിലാണ്, മധുര ഭാഷിണിയാണ്. അതുപോലെ നർമ്മ പണ്ഡിതയാണ്. നർമ്മ പണ്ഡിത എന്ന് വെച്ചാൽ എപ്പോഴും വളരെ പിന്നെ എന്താ
നർമ്മരസം കലർന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള സംഭാഷണ ചാതുര്യം ഉള്ളയാളാണ്. പിന്നെ വിനീത, വളരെ ഹംബിളാണ്. എപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് വളരെ വിനീതയായിട്ടാണ് അവര് പെരുമാറുന്നത്. കരുണാപൂർണ, വളരെ എല്ലാവരോടും വളരെ കാരുണ്യവതിയാണ്. വിദഗ്ധയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വളരെ എക്സ്പെർട്ട് ആണ്, കണ്ണിങ് ആണ് എല്ലാവരുടെയും അടുത്ത്. പിന്നെ പാഠവ അൻവിത, അതുപോലെ തന്റെ കർത്തവ്യം നിറവേറ്റുന്നതിൽ വളരെ സാമർഥ്യം ഉള്ളയാളാണ്. ലജ്ജശീലയാണ്, എപ്പോഴും വളരെ ലജ്ജാവതിയായിട്ടാണ് ഭഗവാന്റെ മുന്നിലൊക്കെ എപ്പോഴും ലജ്ജാവതിയായിട്ടാണ് നടക്കുന്നത്. സുമര്യാദ, വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറ്റം. ധൈര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തശീലയാണ്, അതുപോലെ ക്ഷമയുള്ളവരാണ്. പിന്നെ ഗംഭീരശാലിനി, ഗംഭീരശാലിനി വെച്ചാൽ വളരെ ഗാംഭീര്യമായിട്ടാണ്, ഗ്രേവായിട്ടാണ് എപ്പോഴും പെരുമാറ്റം. സുവിലാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻജോയ് ചെയ്ത ഒരു പിന്നെ ലൈഫാണ്, എപ്പോഴും എൻജോയ്മെന്റിന്റെ മൂഡാണ്, ആസ്വാദനത്തിന്റെ ഒരു ഭാവമാണ് എപ്പോഴും. ഇനി മഹാഭാവം ഉണ്ട്. മഹാഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൈകാരികമായിട്ടുള്ള ഉന്നത നിലയിലുള്ള വൈകാരിക ഭാവം, പ്രേമത്തിന്റെ വൈകാരിക ഭാവം ഉൾക്കൊള്ളുന്നവളാണ് ശ്രീമതി രാധാറാണി. പിന്നെ പരമ ഉത്കർഷ ദർശിനി ഗോകുല പ്രേമ, അതായത് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു എന്താണ് പ്രേമത്തിന്റെ വൈകാരിക ഭാവത്തിന്റെ ഏറ്റവും ഉന്നത മാധുര്യ പ്രേമത്തിന്റെ ഏറ്റവും പ്രകടമായ ആവിഷ്കാരമാണ് ശ്രീമതി രാധാറാണി. ജഗത് ശ്രേണി യശ, അതായത് വളരെ ഫേമസ് ആണ്. അതായത് സബ്മിസീവ് ഡിവോട്ടീസിന്റെ അടുത്ത് അവർ എപ്പോഴും ശ്രീമതി രാധാറാണി വളരെ കീർത്തിമതിയാണ്. ഗുരു സ്നേഹ, അതായത് ഗുരുക്കന്മാരോട് വളരെ, അതായത് മുതിർന്നവരോടും ഗുരുക്കന്മാരോടും ഒക്കെ വളരെ സ്നേഹത്തോടെയാണ്, വളരെ അഫക്ഷനേറ്റ് ആണ് ശ്രീമതി രാധാറാണി. പിന്നെ സഖി പ്രണയിത വസ, അതായത് വളരെ തന്റെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെയൊക്കെ അടുത്ത് വളരെ സബ്മിസീവായിട്ട്, വളരെ താഴ്ന്ന കപ്പിളായിട്ടാണ് അവര് സുഹൃത്തുക്കളോടൊക്കെ പെരുമാറുന്നത്. കൃഷ്ണപ്രിയ ആവലി മുഖ്യ, അതായത് ഈ ഗോപികമാർ ഒരുപാട് അസംഖ്യം ഗോപികളുണ്ട്. ഈ ഗോപികമാരിൽ വെച്ചൊക്കെ ഏറ്റവും എന്താ പറയുന്നത്, മുഖ്യയായിട്ടുള്ള പ്രഥമയായിട്ടുള്ള സഖിയാണ് ശ്രീമതി രാധാറാണി. ആശ്രവ കേശവ, അതായത് ഭഗവാനെ എപ്പോഴും തന്റെ കൺട്രോളിൽ, നിയന്ത്രണത്തിന് കീഴിൽ വെക്കുന്ന ആളാണ് ശ്രീമതി രാധാറാണി. അപ്പൊ ഭഗവാൻ, അതാണ് മദന മോഹന മോഹിനി എന്ന് വിളിക്കുന്ന ഭഗവാൻ. എപ്പോഴും രാധാറാണിയുടെ ആ സ്നേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ ഇങ്ങനെ ധാരാളം അസംഖ്യം ഗുണങ്ങളുള്ളതാണ്, അചിന്ത്യ ഗുണസ്വരൂപം, ധാരാളം ഗുണങ്ങളുള്ളയാളാണെങ്കിലും ഈ 25 ഗുണങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ രാധാറാണിയുടെ പാദങ്ങളില് ധാരാളം എന്താ ഇതുണ്ട്, അതായത് ഓസ്പിഷ്യസ് മാർക്ക്, ഒരുപാട് ലൈനുകളുണ്ട്. അതായത് അതിനകത്ത് കുട, അതുപോലെ ഫ്ലാഗ്, പിന്നെ ചക്രം, താമര, പൂക്കള്, പിന്നെ തുളസി, അതുപോലെ മീന്, അങ്ങനെ ഒരുപാട്, ഒരു ശംഖ്. അപ്പൊ അങ്ങനെ ഒത്തിരി 2 പാദങ്ങളിലായിട്ട് ഒരുപാട് നല്ല ഓസ്പിഷ്യസ് ആയിട്ടുള്ള പദചിഹ്നങ്ങളുണ്ട് രാധാറാണി. അപ്പൊ ഇതെല്ലാം രാധാറാണി ഒരുപാട്, അതാണ് അചിന്ത്യ ഗുണം. ഇപ്പൊ ഭഗവാന്റെ കാര്യം നമ്മൾ പറയുമ്പം അതും അചിന്ത്യ ഗുണസ്വരൂപം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ശ്രീമതി രാധാറാണിയുടെയും ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഭഗവാനെക്കാട്ടിൽ ഇപ്പൊ നമ്മൾ വൃന്ദാവനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൃഷ്ണനെ, രാധയെ അവിടെ തന്നെയുള്ള ആളാണെങ്കിലും കൃഷ്ണനെക്കാട്ടിൽ അവര് സ്നേഹിക്കുന്ന രാധാറാണിയാണ്. എപ്പോഴും എല്ലാരും രാധേ 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 രാധേ, അവരുടെ വായിൽ നിന്ന് അവർ ശ്വാസം എടുക്കുന്ന രാധാറാണിയുടെ പേരിലാണ്. അതാണ്. അപ്പൊ അത്രമാത്രം രാധാറാണിയോട് സ്നേഹവും പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ പ്രേമവും ഉള്ളവരാണ് വ്രജവാസികൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കും ആ ഒരു സ്നേഹം, രാധാറാണിയോട് സ്നേഹം വളർത്തിയെടുക്കണം. നമ്മുടെ മനസ്സിലൊക്കെ വളരെ കുറവാണ് രാധാറാണിയോടുള്ള സ്നേഹം. എല്ലാവർക്കും കൃഷ്ണനെ സ്നേഹിക്കും, കൃഷ്ണൻ പരമദിവ്യത്വ പുരുഷനാണ്. പക്ഷെ കൃഷ്ണന്റെ അനുഗ്രഹം നമുക്ക് വാങ്ങിത്തരുന്നത് രാധാറാണി തന്നെയാണ്.
അപ്പൊ രാധാറാണിയിൽ കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഹരേ എന്ന് അഡ്രസ് ചെയ്ത് ഹരിനാമം ജപിക്കുന്നത്. യാചിക്കുകയാണ് നമ്മൾ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അല്ലയോ രാധാറാണി, അല്ലയോ കൃഷ്ണ, അല്ലയോ രാമ, ദയവ് ചെയ്ത് ഞങ്ങളുടെ അങ്ങയുടെ സേവനത്തിൽ ഞങ്ങളെ കൂടി ഏർപ്പെടുത്തണേ. അപ്പൊ നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യുന്നത് രാധാറാണിയെയാണ്. ഹരേ എന്ന് പറഞ്ഞാൽ രാധാറാണി, അന്തരംഗ ശക്തി ഭഗവാന്റെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും നിസ്സഹായമായിട്ടുള്ള ആ ഒരു ഭാവത്തിൽ എപ്പോഴും രാധാറാണിയോട് അപേക്ഷിക്കുക. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഭഗവത് പ്രേമമാണ്, ഭഗവത് സ്നേഹമാണ്. നമുക്ക് ഭൗതിക ലോകത്തെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി ഭഗവാന്റെ നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ധാമത്തിൽ എത്താനും തദ്വാര ഭഗവാനെ നമുക്ക് ഫേസ് ടു ഫേസ് കാണാനും ഒക്കെ ഇടയാകണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരി രാധാറാണിയാണ്. നമ്മൾ ശ്രദ്ധയോടെ നാമം ജപിക്കുമ്പോൾ രാധാറാണി തന്നെയാണ് ഭഗവാനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഒരു ആള് ശരിക്കും ഭഗവാന്റെ നാമം ശ്രദ്ധയോടെ ജപിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളോട് ഭഗവാൻ അട്രാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്നത്തെ ഈ ദിനത്തിൽ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹവും അതുപോലെ അവരുടെ സേവ ചെയ്യാനുള്ള അവസരങ്ങളും ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹാപ്പി രാധാഷ്ടമി. എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. മാജി 81 വരെയല്ലേ നമ്മൾ വായിച്ചത്? അതെ. ഓക്കെ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പറഞ്ഞു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരിബോൽ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആനന്ദകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ദണ്ഡവത്